എങ്ങോട്ടാ ഈ പെട്ടിയും കിടക്കിയെടുത്ത് ഈ രാത്രി എന്നല്ലേ? അതെ, കണ്ണൂർ വരേക്കും ചെറിയൊരു യാത്ര പോയിട്ട് വരാം. ടാറ്റാ. ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഞാൻ മറക്കാണ്ടെടുക്കുന്ന കാര്യമാണ് പില്ലോയും ബ്ലാങ്കറ്റും. അതില്ലാണ്ട് എനിക്കൊരു യാത്ര ചിന്തിക്കാനേ പറ്റില്ല. ബിക്കോസ് ഞാൻ ബാക്കിൽ കിടന്ന് ഉറങ്ങാനാണ് മെയിനായിട്ടും ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഇത് രണ്ടും എടുക്കുന്നത്. അങ്ങനെ ചേട്ടനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കണ്ണൂരേക്ക് പോവുകയാണ്. എനിക്ക് സമയം ഏകദേശം ഒരു രാത്രി 10 മണിയായിട്ടുണ്ടാവും. കുറച്ചങ്ങെത്തിയപ്പോഴത്തേക്കും ഒടുക്കത്തെ വിശപ്പ്, പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി ഞാനൊരു ലൈം സോഡ കുടിച്ചു. എന്നിട്ട് എൻ്റെ വിശപ്പ് മറന്നില്ല എന്ന് കണ്ടപ്പോൾ പാവം പപ്പ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി തന്നു കേട്ടോ. കുറച്ച് ഓറഞ്ചും പേരയ്ക്കൊക്കെ വാങ്ങി ഞങ്ങളിതാ പിന്നെയും കാറിൻ്റെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ മമ്മി നല്ല ഉറക്കമാണ്. ആളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറങ്ങിയതോ ഫുഡ് കഴിച്ചതോ ഒന്നും അറിഞ്ഞിട്ടില്ല. നല്ല ഡീപ്പ് സ്ലീപ്പാണ്. ഇന്നൊരു നല്ലൊരു നിലാവുള്ള രാത്രിയായിരുന്നു കേട്ടോ. നല്ല ഫുൾ മൂണും സ്റ്റാർസും അടിപൊളിയായിരുന്നു. എന്തായാലും ആഘോഷമൊക്കെ കാണാൻ. സോ ഇനി ഒരു 18 മിനിറ്റ്സ് കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ പപ്പയ്ക്ക് ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫൈനൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ണൂർ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ആക്ച്വലി അവളുടെ കല്യാണമാണ് നാളെ. സോ അതിന് വന്നതാണ് കേട്ടോ. ഞാൻ 4 വർഷത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഞാൻ അവളെ കാണാൻ പോകുന്നത്. അത് അവളുടെ വെഡ്ഡിങ് ഡേ തന്നെയാണ് ഞാൻ കാണാൻ പോകുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ കോളേജ് ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ കൊറോണയ്ക്ക് ശേഷം ആ 4 വർഷം ഗ്യാപ്പിൽ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി കൂടെയാണ് ഞാൻ വന്നത് തന്നെ. നമ്മുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും കല്യാണ പെണ്ണിൻ്റെ ഉറക്കൊക്കെ പോയി. ആളിങ്ങനെ ഇരിക്കുകയാണ് എന്നെ കാത്തിട്ട്. നല്ല ഉറക്കത്തിലായിരുന്നു. ഇങ്ങനെയാണോ നീ എന്നെ ഫോട്ടോ എടുക്കുന്നതെന്നാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന ആർട്ടെല്ലാം നമ്മുടെ നമ്മുടെ കല്യാണ പെണ്ണ് വരച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാവ്യയുടെ വീട് കാണാൻ. സ്റ്റെയറും അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൈറ്റ്സും എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ സാരി. നല്ലൊരു എടുപ്പുള്ള കളറായിരുന്നു. എന്തായാലും കാവ്യയുടെ സ്കിൻ ടോണിന് നല്ലോണം മാച്ച് ആവുന്നൊരു കളർ തന്നെ അവൾ ചൂസ് ചെയ്തു. അപ്പം നമ്മൾ പിന്നെ നോക്കിയില്ല. സാരി കിട്ടിയാൽ തന്നെ നമ്മുടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ കുറേ പേരൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഈ പാതിരാത്രിയിൽ കല്യാണം കൂടാൻ വന്ന ഒരു സാരി എടുത്ത് പ്ലീറ്റ് ചെയ്യുന്നത്. യെസ്, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ്. കല്യാണം കൂടാൻ മാത്രം വന്നതല്ല, കാവ്യനെ നാളെ ഒരു കല്യാണ പെണ്ണായി ഒരുക്കുവാനും എൻ്റെ ഫ്രണ്ട്സിനെ ആഫ്റ്റർ 4 ഇയേഴ്സ് എല്ലാവരെയും ഒന്ന് കാണുവാനും എല്ലാത്തിനും കൂടെയാണ് ഞാൻ വന്നത്. പണ്ട് +2 പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് ആവാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും റിപ്പീറ്റിന് പോയി. ബട്ട് റിപ്പീറ്റ് ഒന്നും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില സിറ്റുവേഷൻസ് കാരണം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഒന്നാമത്തെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ചില കാരണങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് എക്സാമൊക്കെ ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്കും കുറവായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് MBBS ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് എനിക്ക് എൻട്രൻസിലൂടെ കിട്ടിയത്. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാണ് ഞാൻ ചെയ്തത്. ഫ്യൂച്ചറിലൊരു അഗ്രികൾച്ചർ ഓഫീസർ ആവും ഞാൻ എന്നാണ് ഞാൻ തന്നെ വിചാരിച്ചത്. ബട്ട് മമ്മി നല്ലൊരു ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയതുകൊണ്ട് മമ്മി ഇങ്ങനെ ബ്രൈഡ്സിനൊക്കെ ഒരുക്കാൻ പോകുമ്പോൾ ഞാനും മമ്മീൻ്റെ കൂടെ മോർണിംഗിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകും. അങ്ങനെ അത് കണ്ട് എനിക്കെന്തോ മേക്കപ്പിനോട് ഭയങ്കര ക്രേസായി. അങ്ങനെ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് പഠിച്ചതെങ്കിലും ഇപ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ചതും ഞാനിപ്പോൾ ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ 4 വർഷത്തെ കോളേജ് പഠനകാലത്ത് എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് കാവ്യ. ശരിക്കും അവളുടെ ഒരു ഡ്രീം ഡേ ആണ് ഇന്ന്. സോ എന്നെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ചൂസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാവ്യയുടെ ആ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാവ്യനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വിളിച്ചപ്പോഴത്തേക്ക് ആൾ ഞെട്ടി എഴുന്നേറ്റു. പിന്നെ അരികിനെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും എക്യുപ്മെൻറ്റ്സ് എല്ലാം ടേബിളിൽ 1 by 1 ആയിട്ട് നിരത്തി അങ്ങ് വെച്ചു. അങ്ങനെ ആകുമ്പോഴാണ് മേക്കപ്പ് ചെയ്യാൻ എളുപ്പം. പിന്നെ റിംഗ് ലൈറ്റും സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ കാവ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 7:30 നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എത്തും. സോ അതിന് മുന്നേ ആയിട്ട് എനിക്ക് കാവ്യനെ ഒരുക്കണം. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ ഒരുങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം സ്കിന്നൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഫേസിൻ്റെ പണിയും തുടങ്ങി. മമ്മി ആണെങ്കിൽ ഹെയറിൻ്റെ പണിയും തുടങ്ങി. ഓരോ സെക്ഷൻ എടുത്ത് ക്രിംപ് ചെയ്യാൻ പോവാണ് മമ്മി. ഞാനാണെങ്കിൽ അതിനെ ടോണർ, മോയ്സ്ചറൈസർ അങ്ങനെ എല്ലാം ഇട്ട് ഫേസിനെ ഒന്ന് സെറ്റാക്കാണ്. പിന്നെ കാവ്യയ്ക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. വേറെ പിമ്പിൾസ്, ആക്നെ മാർക്സ് ഇതൊന്നും നമ്മുടെ കാവ്യയുടെ ഫേസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ നല്ല സുഖമായിരുന്നു. നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് ഏകദേശം കഴിഞ്ഞു. ഒരു പൊട്ടും കൂടെ വെച്ചപ്പോൾ എല്ലാം സെറ്റായി. അങ്ങനെ മുഖത്തിലെ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയറിലേക്ക് കടന്നു. ഞാൻ വയനാടും അവൾ കണ്ണൂരും ആയതുകൊണ്ട് എനിക്ക് അവൾക്ക് മേക്കപ്പിൻ്റെയോ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെയോ ഒന്നും ഒരു ട്രയൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. എന്നാലും കാവ്യ എനിക്ക് കുറേ റെഫറൻസ് ഒക്കെ അയച്ചു തന്നിരുന്നു.
ആൾക്ക് അധികം ഹെയർ ബാക്ക് കോമിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓവർ മേക്കപ്പ് ഇടുന്നതോ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് കാവ്യ. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും സിമ്പിൾ മേക്കപ്പ് ലുക്കുമാണ് കാവ്യ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഫേസ് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയറിലേക്ക് നോക്കുമ്പോഴാണ് നല്ലൊരു സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് നമ്മുടെ നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് അങ്ങനെ 2 സൈഡിലേക്കുള്ള ഒരു ഫ്രണ്ട് വേരിയേഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാവ്യയുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനും ഹെയർ കളറിനും അനുസരിച്ചുള്ളൊരു എക്സ്റ്റൻഷനായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഇങ്ങനെയാണ് ബ്രൈഡ് ചെയ്തേക്കുന്നത്. മെസ്സി ബ്രൈഡാണ് ഉദ്ദേശിച്ചത്. ഫേസിലെ മേക്കപ്പ് ആൻഡ് ഹെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സാരി ഡ്രാപ്പിംഗ്, ഓർണമെൻറ്റ് സെറ്റിങ്സ് ആൻഡ് ഫ്ലവർ സെറ്റിംഗ് ആണ്. അപ്പോൾ മമ്മി സാരി ഡ്രൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ കാവ്യ ഫുഡ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് കാവ്യക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണ വെപ്പാവും, അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണമാവും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടാവും. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് കാവ്യക്ക് ഫുഡ് കഴിക്കാൻ ടൈം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാവ്യക്ക് നേരത്തെ തന്നെ ഫുഡ് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സാരി ഇങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല എളുപ്പമാണ് നമുക്ക് ആ ടൈമിൽ ബ്രൈഡിനെ ഡ്രൈപ്പ് ചെയ്യാൻ. ഒന്നാമത് നമ്മൾ തിരക്കിട്ടായിരിക്കും മേക്കപ്പ്, ഹെയർ, സാരി, ഓർണമെൻറ്റ്സ്, ഫ്ലവർ സെറ്റിംഗ് ഇതെല്ലാം ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നേരത്തെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കതൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ സാരി റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രണ്ടിലെ 2 മുടിയൊക്കെ കേൾ ചെയ്തിട്ട് കൊടുക്കണം, നമുക്കങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്. കാവ്യ ഫോട്ടോഷൂട്ടിനെല്ലാം പോയി വന്ന് നമ്മൾ അവളുടെ പ്ലീറ്റ്സൊക്കെ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനും മമ്മിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പായി സാരിയൊക്കെ കൊടുത്തു. ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നില്ല, കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ. എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്ത് തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പേരെ കല്യാണത്തിന് എത്തിയുള്ളൂ കേട്ടോ. പിന്നൊന്നും പറയണ്ടല്ലോ, ആകെ വർത്തനായി, കളിയായി, ചിരിയായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി കൊടുക്കലായി, പിന്നെ പണ്ട് പഠിച്ച സമയത്തുള്ള കഥ പറയലായി. സൈഡിൽ നിന്ന് ഞാനും ചെറുതായിട്ടൊന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് റെഡിയായി. ഈ സമയത്തൊക്കെ എന്നെ ഷോർട്സ് എടുത്ത് സഹായിച്ചത് ബേപ്പു ആണ്. ഇത് ബേപ്പിൻ്റെ വാവയാണ് കേട്ടോ. ആൾ കാണുന്ന പോലെ പാവൊന്നുമല്ല, നല്ല കുസൃതിയാണ്, അടങ്ങി നിൽക്കുകയില്ല, എപ്പോഴും വീഴ്ചയാണ് ആളുടെ പരിപാടി. മേക്കപ്പിൻ്റെ കാര്യത്തിൽ എത്ര ഒരുക്കിയാലും എനിക്ക് മതിയാവില്ല കേട്ടോ. ഇതാണ് കാവ്യയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ചെറിയൊരു ഫോട്ടോ സെഷനാണ്. കാവ്യയുടെ അച്ഛനും അമ്മയും സിസ്റ്ററും ആണിത്. ഇവിടെ എല്ലാം കൂടെ ചെറിയൊരു ഫോട്ടോ സെഷന് ശേഷം ബ്രൈഡ് മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കാവ്യയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. ദീർഘസുമംഗലി ബാബ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനെത്തി. നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല ചോറും സാമ്പാറും അവിയലും പച്ചടി, കിച്ചടി, കാളൻ, പിന്നെ നല്ല പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഓരോരുത്തരും ടാറ്റ ബാബായി പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങളും വയനാട്ടിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കാണണമെങ്കിൽ അടുത്ത ആളുടെ കല്യാണമാണ്. അപ്പോൾ ഇന്നലെ നല്ലൊരു സ്ലീപ്ലെസ് നൈറ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, നല്ല മേലുവേദനയുണ്ട്. സോ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.